തെറ്റുകൾ കണ്ടാൽ അത് ചൂണ്ടിക്കാട്ടാനും പ്രതിപക്ഷത്തിന്റെ ആ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് 5-ാം തീയതി നടക്കുകയുള്ളൂ. അപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആരുണ്ട്, എന്തുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഈ യുഡിഎഫിന് 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആരെങ്കിലും തന്നു എന്ന് പറയുന്നതിലൊന്നും എന്നുള്ള അതിൽ യാഥാർത്ഥ്യമില്ല. കാരണം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ 2-ൽ കൂടുതൽ യുഡിഎഫിന് അവകാശപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് ഏതാണെന്നൊന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല. പിന്നെ നജീബ് തന്നെ ആവണമെന്നൊന്നും അതൊക്കെ ഇങ്ങനെ പറയുന്ന എന്നേ ഉള്ളൂ. ഒന്നും ഒരു തീരുമാനവും ഇതുവരെ ഒന്നും ആയിട്ടില്ല. പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എന്തായാലും 2-ൽ കൂടുതൽ യുഡിഎഫിന് അർഹതപ്പെട്ടതുണ്ട്. അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് 5-ാം തീയതിയാണ്. ചിലപ്പോൾ തെരഞ്ഞെടുപ്പായിരിക്കാം. തെരഞ്ഞെടുപ്പിൽ 2-ൽ കൂടുതൽ സീറ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആയാൽ അത് കൊയിലാണ്ടിയുടെ പിന്നെ വികസനത്തിന് വേണ്ടി കൊയിലാണ്ടിയുടെ നഗരസഭയുടെ ഉന്നതിക്ക് വേണ്ടിയൊക്കെയുള്ള പ്രവർത്തനത്തിൽ അതെന്തായാലും നമ്മൾ പങ്കാളികളാവണ്ടല്ലോ. ഭരണസമിതി എന്ന നിലയിൽ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കേണ്ടതുണ്ട്. പക്ഷേ തെറ്റുകൾ കണ്ടാൽ അത് ചൂണ്ടിക്കാട്ടാനും പ്രതിപക്ഷത്തിന്റെ ആ ഒരു പിന്നെ നിലപാടിൽ എന്നും ഉണ്ടാവും എന്നതും ഉറപ്പാണ്.